നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെ നാട്ടിന്, ലോക രാജ്യങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ചും ആപത്തുകളെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. ഗ്രഹങ്ങൾ, പാവഗ്രഹങ്ങൾ ഒന്നിച്ചു കൂടി വരുമ്പോഴാണ് ദോഷങ്ങൾ പ്രകൃതിയിൽ ജന്തുക്കളിലും ബാധകമായിട്ട് വരുന്നത്. 2026 ഏപ്രിൽ മാസം 2-ാം തീയതി മുതൽ 2026 മെയ് മാസം 11-ാം തീയതി വരെ സൂര്യനും ചൊവ്വയും ശനിയും മീനൻ രാശിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. കാലമാന്തി ഹയോ ബ്രൂയാത് ബഹുമൃത്യുയുധം മതം യോഗദൃഷ്ടാദിഫുൽ തദ്വൽ ഫാനു ഭൗമ വിശേഷതാണ്. അങ്ങനെ ശനിയോടുകൂടി ഫാനു, സൂര്യനോ ഭൗമൻ, ചൊവ്വയോ ഒന്നിച്ചു വരുന്ന കാലഘട്ടം ബഹുമൃത്യുയോഗമാണ്. അത് ലോകരാജ്യങ്ങളിലെ പ്രളയം, ഭൂകമ്പം, ജീവജന്തുക്കളുടെ നാശങ്ങൾ, യുദ്ധങ്ങൾ, തീപിടുത്തങ്ങൾ, വലിയ വലിയ തീപിടുത്തങ്ങൾ, പ്രളയം കൊണ്ടുള്ള നാശങ്ങൾ, അങ്ങനെ വരൾച്ച, ഇങ്ങനെയൊക്കെ കൊണ്ട് പ്രകൃതിയും ചരാചരങ്ങളും നശിച്ചു പോകുന്ന ഒരു യോഗമാണ്. ഒരു സുനാമി വരിക, അല്ലെങ്കിൽ ഇതേപോലുള്ളതായ വലിയ മാരികൾ വരിക, ഇതൊക്കെ ചെയ്താൽ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? സുനാമി വരുന്നത് ഏത് രാജ്യത്തിലാണ്, ഏത് സ്ഥലത്താണ്? കുറേയൊക്കെ ആൾക്കാരെയൊക്കെ മാറ്റാൻ പറ്റുമെങ്കിലും ഒരു പ്രളയം വന്നാലും ഉരുൾപൊട്ട് വന്നാലും പെട്ടെന്നൊന്നും നമുക്ക് സംരക്ഷണം കൊടുക്കാനോ നേടാനോ പറ്റുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ നമുക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാധുനികപരമായ ഭൗമ ഗവേഷകന്മാർ ഭൂമിയുടെ ചെറിയ ചലനങ്ങൾ വരെയൊക്കെ കണ്ടുപിടിക്കാനുള്ള യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രകൃതിയിലുണ്ടാകുന്ന ദുരന്തങ്ങളെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനകൾ, ജപങ്ങൾ, തപങ്ങൾ, ഹോമങ്ങൾ, കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യണം. ചെയ്താൽ വലിയ ദുരന്തങ്ങൾ മാറിക്കിട്ടും എന്നാണ് നമ്മുടെ വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. മന്ത്രജപങ്ങളൊക്കെ നടത്തുമ്പോൾ സങ്കീർത്തിയ നാരായണ ശബ്ദമാത്രം വിമുക്ത ദുഃഖ സുഖിനോ ഭവന്തോ. വലിയ പൂജകളും കർമ്മങ്ങളൊക്കെ നടത്തുന്ന സ്ഥലത്ത്, ശക്തിമത്തായ ആചാര അനുഷ്ഠാനങ്ങൾ നടത്തുന്ന ദേശത്ത് ആപത്തുകളും അപകടങ്ങളും ബാധിക്കില്ലെന്നാണ് പറയുന്നത്. അത്രത്തോളം ശരിയാണെന്നുള്ളത് നമുക്ക് നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും കൊണ്ടേ അറിയാൻ പറ്റും. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റൂലെങ്കിലും അധികാരികൾ വിചാരിച്ചാൽ പറ്റും. അതേപോലെ കലഹങ്ങൾ, കുടുംബകലഹങ്ങൾ, നാട്ടിലെ കലഹങ്ങൾ, തീ, കറണ്ട്, ഇടിമിന്നൽ, ഇതൊക്കെ കൊണ്ടുള്ള ആപത്തുകൾ, വനങ്ങളൊക്കെ കത്തി നശിക്കുക, സ്ഥാപനങ്ങളൊക്കെ കത്തി നശിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ, വണ്ടികളൊക്കെ കത്തി നശിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അപ്രതീക്ഷിതപരമായിട്ടുള്ള അപകടങ്ങളും അഗ്നിഭയങ്ങളും ആയുധ ഭയങ്ങളും വിഷഭയങ്ങളും ഒക്കെ കൊണ്ട് ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതിൽ പെടുന്നത് തന്നെയാണ് കൊറോണ പോലുള്ള ആപത്തുകളും അപകടങ്ങളൊക്കെ. അതുകൊണ്ട് ഭഗവാനെ ഭജിക്കണം. നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും അതിന് വേണ്ടിയുള്ള പ്രായശ്ചിത്ത പരിഹാരങ്ങൾ ചെയ്യണം. നിങ്ങൾ വലിയ സയൻറ്റിസ്റ്റുകളും ബുദ്ധിജീവികളും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കഴിവുള്ളതനുസരിച്ച് ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ശാസ്ത്രീയപരമായ രീതിയിൽ കണ്ടെത്തി പരിഹാരങ്ങൾ ചെയ്യേണ്ടുന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും അത്യാവശ്യമാണ്. ജ്യോത്സ്യന്മാർക്ക് ഇത് എന്തെങ്കിലും പങ്കുണ്ടാ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഗ്രഹങ്ങളുടെ പിഴകളുണ്ട്, ഗ്രഹപ്പിഴകൾ കൊണ്ട് പല ആപത്തുക്കളും ഉണ്ടാകുന്ന ഘട്ടമാണ്. നമുക്കിപ്പോൾ ഒരു സൂര്യഗ്രഹണം വന്നാൽ അതിനെ മാറ്റാൻ പറ്റൂ, അത് പ്രകൃതി നിയമമാണ്. ചന്ദ്രഗ്രഹണം വന്നാൽ മാറ്റാൻ പറ്റൂ, പ്രകൃതി നിയമമാണ്. ഇപ്പോൾ ഗ്രഹങ്ങൾക്ക് പോലും ഗ്രഹണങ്ങൾ ബാധിക്കുന്നുണ്ട്. ജ്യോതിഷം, പ്രത്യക്ഷം, ശാസ്ത്രം, സൂര്യചന്ദ്രനോ തത്ര സാക്ഷിണോ. ജ്യോതിഷം പ്രത്യക്ഷമായ ഒരു ശാസ്ത്രമാണെന്ന് പരിഗണിക്കുന്നത് സൂര്യചന്ദ്രന്മാരുടെ കാരണങ്ങളെ കൊണ്ടാണ്, കാര്യങ്ങളെ കൊണ്ടാണ്. കാരണം ഭൂമിയിൽ നിന്നുകൊണ്ട് സൂര്യൻ എത്ര ഡിഗ്രി സഞ്ചരിക്കുന്നു, ചന്ദ്രൻ എത്ര ഡിഗ്രി സഞ്ചരിക്കുന്നു, ചൊവ്വ എത്ര ഡിഗ്രി സഞ്ചരിക്കുന്നു,
ഗ്രഹങ്ങളുമായിട്ട് അടുത്ത് വരുന്നു പോകുന്നു എന്നൊക്കെ ഭാരതീയമായിട്ടുള്ള പൗരാണികപരമായിട്ടുള്ള കണ്ടെത്തലുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നും പ്രവർത്തിക്കുന്നത്. ഇത്ര മണിക്ക് സൂര്യഗ്രഹണം തുടങ്ങും, ഇത്ര സമയത്ത് മദ്യം, ഇത്ര സമയത്ത് മോക്ഷം. അതൊക്കെ യഥാർത്ഥമാക്കുന്നത് ഇപ്പോഴത്തെ കണ്ടുപിടുത്തമല്ല, പണ്ടത്തെ കണ്ടുപിടുത്തങ്ങളാണ്. 9 ഗ്രഹങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചത് ഇപ്പോഴും നാസയുടെ ISROയുടെയും ഗവേഷണം കൊണ്ടല്ല, പണ്ട് ജ്യോത്സ്യന്മാർ കണ്ടുപിടിച്ചതാണ്. ഇത്ര നക്ഷത്ര ഗണങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചതാണ്. പിന്നെ നമ്മളെ നാട്ടുകാർക്കൊരു കുഴപ്പമുണ്ട്, നമ്മളെ കണ്ടുപിടുത്തങ്ങളും നമ്മുടെ സംസ്കാരങ്ങളൊക്കെ തെറ്റാണെന്ന് ധരിക്കുന്ന ബുദ്ധിജീവികൾ ജീവിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സൂര്യ ഇപ്പോൾ ഗ്രഹമാണോ അല്ലെ നക്ഷത്രമാണോ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. സൂര്യനെ ഒരു ഗ്രഹമായിട്ടാണ് ഭാരതീയ ജ്യോതിഷത്തിൽ പറയുന്നത്. സൂര്യാദി സർവ ഗ്രഹഭ്യോ നമഃ. അപ്പോൾ സൂര്യൻ ഒരു ഗ്രഹം തന്നെയാണെന്നാണ് ഭാരത ദർശനം. എന്നാൽ പാശ്ചാത്യന്മാർ പറയണത് കേട്ട് സൂര്യൻ ഒരു ഗ്രഹം അല്ല എന്ന് തീരുമാനിക്കുന്നതാണ് കാര്യം. അമ്മ പറയണ ഒരാൾ ഇതാണ് നിൻ്റെ അച്ഛനെന്ന് പറഞ്ഞ് അമ്മ നമ്മൾ കൊച്ചിലെ അച്ഛാന്ന് വിളിക്കുന്നത് ഒരാളിനെയാണ്. അത് അച്ഛനാണോ കൊച്ചച്ഛനാണോ എന്ന് സംശയം വന്നു പോയാൽ പിന്നെ നമുക്ക് വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള കടുപിടുത്തമായി. അപ്പം നിൻ്റെ അച്ഛൻ അതല്ല, വേറൊരുത്തരാണ് നിൻ്റെ അച്ഛനെന്ന് പറഞ്ഞു തരുമ്പോൾ നമ്മൾ അവൻ അച്ഛാന്ന് വിളിക്കാൻ പോണത് ശരിയാണോ? അവൻ പോയാൽ അവൻ അംഗീകരിക്കൂ. അതുകൊണ്ട് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, നമ്മുടെ ഭാരതീയ ദർശനങ്ങളിൽ കൊള്ളാവുന്ന കാര്യങ്ങൾ സ്വീകരിച്ച് അത് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ ദുസ്തകേട വശത രുജാഗമം സ്വസ്ഥകേട വശതക ശമം വതേൽ മന്ത്രനൃത്ത ബലിപൂജ ഔഷധേർ ദേവത ഭജനധാതു പോഷണൈഹി എന്നാണ്. അപ്പം മന്ത്രങ്ങൾ ജപിക്കണം. അത് ഋഗ്വേദ മന്ത്രം, 4 വേദങ്ങളുണ്ട്. ഋഗ്, യജുർവേദം, സാമവേദം, അഥർവേദം. ഇതെല്ലാം നന്മയ്ക്ക് വേണ്ടി ഉള്ളത് തന്നെയാണ്. അങ്ങനെ വേദങ്ങൾ, മന്ത്രജപങ്ങൾ നടത്തണം. പുസ്തകയുടെ വശത രുജാഗമം, രുജങ്ങൾ വരാൻ, രോഗങ്ങൾ, ആപത്തുക്കൾ, മഹാമാരികളൊക്കെ വരുന്നത് മാറിക്കിട്ടാൻ നമ്മൾ ജപങ്ങൾ നടത്തണം. സ്വസ്ഥകയുടെ വശതക ശമം ഗ്രഹങ്ങൾ പഴയുള്ള ദോഷമുള്ള സ്ഥാനങ്ങളിൽ നിന്ന് മാറി വരുന്നത് വരെ നമ്മൾ വളരെ കാര്യങ്ങൾ സൂക്ഷിച്ച്, വീട്ടിൽ പോലും അടിയുണ്ടാകുന്ന സമയമാണ്. നാട്ടിൽ മാത്രമല്ല, ഏറ്റവും കൂടുതൽ ദുർമരണങ്ങൾ, അപകട മരണങ്ങളൊക്കെ നാട്ടിൽ നടക്കാനും എല്ലാ രാജ്യത്തും നടക്കാനും യോഗമുള്ള സമയമാണ്. അസ്വസ്ഥകേട വശതക ശമം ഗ്രഹങ്ങൾ സ്വസ്ഥന്മാരായിട്ടിരിക്കുന്ന കാലം വരെ നമ്മൾ സൂക്ഷിക്കണം. അതിന് മന്ത്ര നൃത്തം, നമ്മൾ അമ്പലങ്ങളിൽ ദൈവികപരമായിട്ടുള്ള പൂജകൾ, ഉത്സവാദികൾ നടത്തണം. ബലി, സർപ്പബലി, പിതൃബലി, ആചാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടത്തണം. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നരബലി മാത്രം ജ്യോത്സ്യന്മാരും മന്ത്രവാദികളും പൂജാരിമാരും ചെയ്യുന്നതല്ല. ഏത് നരബലി നടത്തിയിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയക്കാരാണെന്ന് ഉറച്ച് തീരുമാനിച്ച് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു എറുമ്പിനെ പോലും ഒരു കർമ്മി പൂജ ചെയ്യുമ്പം പ്ലാവിൻ്റെ തന്നെ കാതലുള്ള വിറകെ ഉപയോഗിക്കാവൂ എന്ന് പറയുന്ന കാരണം എന്താണ്? കാതലിൽ നമ്മൾ എറുമ്പോ അല്ലെങ്കിൽ ചിതലോ ജീവികളോ തുരന്ന് കയറൂല. അതുകൊണ്ട് അതിനകത്ത് കൂടുതൽ ജീവികളുടെ വാസം കുറവായത് കൊണ്ട് അത്തരത്തിലുള്ളതായിരിക്കുന്ന വിറകുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഒരു ജീവജന്തുവിനെയും മാന്ത്രികന്മാർ ഇതുവരെയും കൊന്നിട്ടില്ലെന്ന് ഉറപ്പാണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് മാന്ത്രിക ആചാരങ്ങൾ നടത്തുന്ന കുടുംബക്കാരാണ്. ഞങ്ങൾ അപ്പൂപ്പന്മാരോട്ട് അന്ന് തൊട്ട് ഇന്ന് വരെയും പാരമ്പര്യമായിട്ട് ഈ തൊഴിൽ കൊണ്ട് ജീവിക്കുന്ന ആരെയും കൊന്നിട്ടില്ല. അങ്ങനെയാണ്. അന്തർനർത്ഥ ബലി പൂജ, പൂജകൾ, മൃത്യുഞ്ജോമം, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ, ഔഷധേർ ദേവത ഭജന, ഔഷധം കഴിക്കണം, ദേവന്മാരെ ഭജിക്കണം, ഇതൊക്കെ ചെയ്യണം. പിന്നെ ശാസ്ത്രീയപരമായിട്ട് രാജ്യസ്നേഹിക്കും ലോക ജനങ്ങളെ സ്നേഹിക്കുന്ന അധികാരികൾക്കും നല്ല കാര്യങ്ങൾ പറഞ്ഞ് ചർച്ചയിലൂടെ യുദ്ധങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ലോകത്ത് എല്ലാ രാജ്യക്കാരും ഭാരത ദർശനങ്ങളെയും നിയമങ്ങളെയും ഒക്കെയാണ് കൂടുതൽ അവർ സ്വീകരിക്കുന്നത്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്ത ന്യായേന മാർഗേണ മഹീം മഹീശാ ഗോ ബ്രാഹ്മണഭ്യാഃ സുഖമസ്തു നിത്യം ലോകസമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്ത, ജനങ്ങൾക്ക് സ്വസ്ഥമായ രീതിയിൽ എല്ലാ രാജ്യത്തെയും ഭരിക്കുന്ന
രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ മന്ത്രിമാർക്ക് അല്ലെങ്കിൽ അധികാരികൾക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് നല്ലത് വരുന്നതിനും ജനങ്ങളെ പരിപാലിക്കുന്ന ആൾക്കാർക്കും സമൂഹത്തിൽ നല്ലത് ചെയ്യുന്ന ആൾക്കാർക്കും നല്ലത് വരുത്തുന്നതിന് വേണ്ടിയും ന്യായേന മാർഗേണ മഹീഷ ന്യായമായിട്ടും നല്ല മാർഗത്തോടു കൂടിയും രാജ്യത്തെ ജനങ്ങളെ സേവിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും ഗോ ബ്രാഹ്മണഭ്യാഹ നാട്ടിലെ ഗോക്കൾ പശുക്കൾ മൃഗ ജന്തു വർഗങ്ങൾക്കും ജീവികൾക്കും നല്ലത് വരുന്നതിന് വേണ്ടി ഉപകാരങ്ങൾ ചെയ്യുന്ന മനസാക്ഷിയുള്ള അധികാരികൾക്കും ബ്രാഹ്മണന്മാർക്ക് യാഗം ഹോമം കർമ്മം പുണ്യകർമ്മങ്ങൾ ചെയ്ത് സമൂഹത്തിലുള്ളവർക്ക് ഉപദ്രവമില്ലാതെ ഉപകാരം ചെയ്യുന്ന വേദങ്ങളും മന്ത്രങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ച് കൈകാര്യം ചെയ്യുന്ന തന്ത്രിമാര് ജ്യോത്സ്യന്മാര് പൂജാരിമാര് പള്ളിയിലച്ചന്മാര് ഉസ്താദുമാര് മതപണ്ഡിതന്മാർ ഇവർക്കൊക്കെ നല്ലത് വരുത്തുന്നത് നല്ലത് ചെയ്യുന്നതിന് വേണ്ടി ലോക ജനതയ്ക്ക് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും അതേ ബ്രാഹ്മണഭ്യ സുഖമസ്തു നിത്യം അവർക്ക് നിത്യമായ സുഖ നന്മകൾ ഉണ്ടാകുന്നതിന് വേണ്ടി ലോക സമസ്ത സുഖിനോ ഭവന്തു സമസ്ത ലോകത്തുള്ളവർക്കും സുഖ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംസ്കാരം ഭാരതത്തിലുള്ളതാണ്. അതുകൊണ്ട് ലോകരാജ്യങ്ങളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ആയിരുന്നാലും ഭാരതത്തിൻ്റെ സംസ്കാരം, അവരുടെ ജീവിത നിലവാരം, അവരുടെ ഭരണതന്ത്രങ്ങൾ, ജീവിത ശൈലികൾ കടമെടുത്ത് സായിപ്പിനെ കണ്ട് നമ്മൾ വളർന്നെങ്കിൽ നമ്മളെ കണ്ട് സായിപ്പന്മാർ വളരുന്ന ഒരു ലോകത്തേക്കാണ് നമ്മുടെ രാജ്യവും ലോക ജനതയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.